വീണ ജോർജൊക്കെ എങ്ങനെയാണ് സഖാവായത്, എങ്ങനെയാണ് സിപിഎമ്മിലേക്ക് ഒന്നും ഒരു യോഗ്യതയില്ല. പാർട്ടിയുടെ യോഗ്യത നേരത്തെ 20 കൊല്ലം, പക്ഷെ 20 കൊല്ലം കൊണ്ട് വീണ ജോർജ് വരുന്നില്ല. പകരം എന്ത് ചെയ്തു? പാർട്ടി ഇങ്ങോട്ട് താഴ്ന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാലത്തിലേക്ക് സുഖമായിട്ട് വീണ ജോർജിന് കയറാൻ പറ്റും. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ, നമ്മുടെ മെഡിക്കൽ കോളേജിൽ, നമ്മുടെ സാധാരണ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, ഈ സിസ്റ്റംസ് എല്ലാം ഉണർന്നെണീറ്റ് പ്രവർത്തിച്ചാലുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് കൃത്യമായി പ്രവർത്തിച്ചാൽ സത്യത്തിൽ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പകുതിയിലധികം അടച്ചു. ഈ ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനുമില്ല, ശരിക്കും അങ്ങനെ സ്ട്രാങ്കുമില്ല, ഒരു വഞ്ചി കുത്താനുള്ള ആള് പോലും ആരോഗ്യ വകുപ്പിലില്ല. നിയമസഭാ സ്പീക്കർ ഷംസീർ വീണ ജോർജിന്റെ മൈക്ക് ഓഫ് ചെയ്തു. അവിടെ ഇരിക്കാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീണ ജോർജിന്റെ സമയം വളരെ മോശമാണ്. വീണ ജോർജിന്റെ സമയം മോശമല്ല, വീണ ജോർജിന്റെ സമയം വളരെ നല്ലതാണ്. പക്ഷെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണ ആളുകളുടെ സമയം വളരെ ദുരിതത്തിലാണ്. ആ ദുരിതമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. മറ്റേ ഒരാൾ, അദ്ദേഹം 42 മണിക്കൂറാണ് ലിഫ്റ്റ് കുടുങ്ങിയത്. അല്ല, അദ്ദേഹത്തിന് 59 വയസ്സുണ്ട്. എന്തോ രാമേന്ദ്രനോ എന്താണ് അദ്ദേഹത്തിന് ഇന്നലെ കുടുങ്ങിയ ആൾ. അപ്പൊ അയാൾക്ക് 59 വയസ്സുണ്ട്. അയാള് MLA പോസ്റ്റുള്ള താൽക്കാലിക ജീവനക്കാരനാണ്. CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം 42 മണിക്കൂറാണ് ആ ലെഫ്റ്റിൽ കുടുങ്ങിയത്. പിന്നെ അടുത്തൊരു കാര്യമുള്ളത്, ഇടുപ്പലിന് ചികിത്സ വയസ്സില്ല, 50 മേൽ 52 വയസ്സ്. അല്ല, 59 വയസ്സുണ്ടായിരുന്നു. 59 വയസ്സുണ്ട്. താൽക്കാലിക ജീവനക്കാരനാണ്. അല്ല 59 വയസ്സുണ്ട്. പക്ഷെ വിളിക്കും താൽക്കാലിക ജീവനക്കാരനായി പാർട്ടിയുടെ ഇതിൽ വെച്ചേക്കുന്നത്. പിന്നെ അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നു പറഞ്ഞാൽ ഇരുന്ന ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇടുപ്പലിന് ചികിത്സക്ക് വന്നതാണ്. അയാളാണ് 42 ഇന്ന് ഇതിന് കറക്റ്റ് ആയിട്ട് ഇതേപോലത്തെ ഒരു സംഭവം ഇപ്പൊ ലിഫ്റ്റ് കുരുങ്ങിയ ഒരു കഥ ഇപ്പൊ വാർത്തയിൽ ജസ്റ്റ് മുമ്പ് കേട്ടതായിരുന്നു. ഒരു ഡോക്ടർ, നഴ്സ്, രോഗി സ്ട്രക്ചർ സഹിതം 1 മണിക്കൂറിലധികം ഡോക്ടർ, നഴ്സും പിന്നെ സ്ട്രക്ചറും ഉണ്ടായിരുന്നു. രോഗി സഹിതം രോഗി ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കാര്യമായിട്ട് പറഞ്ഞു. ഇതേ നമ്മുടെ നാട്ടില് ഈ വീണ ജോർജിനൊക്കെ എനിക്ക് പറയുന്നത് അവര് വല്ല സിനിമയിലൊക്കെ എടുക്കുന്നതല്ലായിരിക്കും അവർ. കാരണം അവര് നേരത്തെ മഞ്ജു വാര്യരുടെ ഒപ്പമൊക്കെ മറ്റേ കലാതിലകമാകാനും പല മത്സരങ്ങളിലൊക്കെ അവർ മത്സരിച്ചിട്ടുള്ളവരാണ്. അവർ MSc ഒരു റാങ്ക് ഹോൾഡറാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകയായിരുന്നു 10-14 കൊല്ലത്തോളം. റിപ്പോർട്ടറിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവര് ഇതായതിനു ശേഷം ശരിക്കും വലിയ ദുരന്തമാണ് കേരളം അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്കറിയാം, കത്രിക ഒരു പുള്ളിക്കാരിയുടെ വയറ്റിൽ വെച്ചിട്ട് ആ പുള്ളിക്കാരിക്ക് ഇതേവരെ നീതി കിട്ടിയിട്ടില്ല. ഇവരവരോട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇവരെന്തിനു ചെന്നാലും ഉത്തരവിട്ടുകളെ. പിന്നെ നമുക്കറിയാലോ, ഒരു കോഴിക്കോട് വെച്ചിട്ടൊരു സ്ത്രീയെ മറ്റേ അനസ്തേഷ്യ കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ അതിനുശേഷം ആ സ്ത്രീക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള നേഴ്സിനെ സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ ജോർജിൻ്റെ മാത്രം കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല. വീണ ജോർജിന് ഒന്നാമത്തെ ഒരു എഫിഷ്യൻസി ഇല്ല, അങ്ങനെ അറിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. ഇവരുടെ ഈ വീണ ജോർജൊക്കെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മന്ത്രി അവിടെ ഇവരെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും അവർ പറയുന്ന സ്ഥലത്ത് ഒപ്പിടുകയും ചെയ്യാന്ന് പറഞ്ഞാൽ പണിയാണ് നടക്കണം. ഒന്ന്. രണ്ടാമത്തത്, വീണ ജോർജിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ വീണ ജോർജ് ആവശ്യമില്ലാത്ത കുറച്ച് അഭ്യാസങ്ങൾ ഇറക്കുന്നുണ്ട്. അത് ഒന്നുകൂടി പരിഹാസ്യമാകുകയാണ് ചെയ്യണം. ഇപ്പൊ ഇതുപോലെയുള്ള പല നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾ എടുത്തു. ഇപ്പൊ കോവിഡ് സമയത്ത് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു ആളെ ഈ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ ഈ വീണ ജോർജ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീണ ജോർജിന്റെ അടുത്ത് നിന്ന് മിണ്ടാൻ പറ്റില്ല. മിണ്ടി അപ്പൊ തന്നെ ഉത്തരവിടണേ. ശരിക്കും അവര് മറ്റേ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നാണ് ഇവിടെ നമ്മുടെ കുവൈറ്റിലേക്ക്. മറ്റേ KJ എബ്രഹാമിന്റെ മറ്റേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, കുറച്ച് ദുരിതത്തിൽ ആളുകൾ മരിച്ചപ്പോൾ ഇവരവിടെ എത്തിയിട്ട് എന്താ കാര്യം? ഇവരവിടെ എത്താൻ പോയത് എങ്ങനെയാണെന്നറിയാമോ? ഏതാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിമാനം ഈ മൃതശരീരവുമായി പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇവരവിടെ എത്തുള്ളൂ. 1-2 മണിക്കൂർ മുമ്പ്. അങ്ങനെ മുമ്പ് ഒരു സ്റ്റേറ്റ് മന്ത്രി അവിടെ എത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ല. അന്ന് തന്നെ ഇവര് ഒരു അഭിനയമൊക്കെ നടത്തിക്കൊണ്ട് മുഖമൊക്കെ വലിയ വിഷമത്തിലാക്കിക്കൊണ്ട് ഇവര് അയ്യോ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിനേക്കാൾ വലിയൊരു സംഭവമുണ്ട്. വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടർ കൊല്ലപ്പെട്ടല്ലോ. ആ ഡോക്ടറെ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ഒരു വൃത്തികെട്ടവൻ കുത്തി പരിക്കേൽപ്പിച്ച് പാവം ആ പെൺകുട്ടി, ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു, ആ പെൺകുട്ടി മരിച്ചുപോയി. അതിന്റെ അച്ഛനും അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. ഈ കുത്തിയവൻ ആരാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ഒരു നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. അവൻ അപ്പോഴും പിരിച്ചുവിട്ടിട്ടില്ല അതിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അപ്പോഴും അവൻ കുട്ടികളെ പഠിപ്പിക്കുന്നവനാണ് എന്നുള്ളത്. ലഹരിക്കടിമയായി ബോധമില്ലാതെ ഇതുപോലെ വന്ന് ഡോക്ടറെ കുത്തിയത്. ആ സമയത്ത് ഈ വന്ദനയുടെ വീട്ടില് നമ്മുടെ ഇവര് ചെന്നിരുന്നു, ഈ നമ്മുടെ വീണ ജോർജ് ചെന്നപ്പോ അന്ന് നമ്മുടെ നേരത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന
മറ്റേ ഇയാള് നമ്മുടെ കോട്ടയത്തുള്ള രാധാകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് കയ്യിൽ ഗ്ലിസറിൻ വെച്ചിട്ട് കണ്ണിലെന്തോ തുടച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇവരുടെ കണ്ണീര് വന്നതെന്നാണ്. ഓക്കെ, അത് അദ്ദേഹം പറഞ്ഞ ആരോപണമാണ്, നമുക്കറിയില്ല. അപ്പൊ അദ്ദേഹം അവിടെ വെച്ച് ഇവര് കരയുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ വളരെ തന്മയത്വത്തോടുകൂടിയാണ് കരഞ്ഞത്. ഇനി ഇതാണ് ശരിയെങ്കിൽ അവർ നല്ല അഭിനേത്രിയാണ്. കാരണം അവര് തുടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കണ്ണീര് വന്നുകൊണ്ട് മാത്രം നമുക്ക് കരയണമെന്ന് തോന്നില്ലല്ലോ. അപ്പൊ മുഖത്ത് പേശിയൊക്കെ ചലിപ്പിച്ചിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ടായിരിക്കാമെങ്കിൽ പോലും ഇവര് കരഞ്ഞു. അപ്പൊ ഇത് കരച്ചില് വരുമോ? തിരുവഞ്ചൂരിന്റെ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കും. തിരുവഞ്ചൂരിന്റെ സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. പക്ഷെ ഞാനത് അങ്ങനെ വിചാരിക്കുന്നില്ല. എന്താ വെച്ചാൽ തിരുവഞ്ചൂരൊന്നും ഇതേവരെ അങ്ങനെ വേറൊരാളെ കുറിച്ച് അങ്ങനെ ഒരു വാചകം പറയുകയോ തിരുവഞ്ചൂരിന് ഇപ്പൊ സത്യത്തില് തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കുറെ കാലം. എന്തൊക്കെ അധിക്ഷേപ പരാമർശങ്ങൾ അദ്ദേഹത്തിന് നടത്താം. പക്ഷെ അദ്ദേഹം പലപ്പോഴും സംസാരിക്കുമ്പോൾ ചില നാക്കുപിഴയൊക്കെ വരും എന്നുള്ളതല്ലാതെ, ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ ഭാര്യനെ വിളിക്കുമ്പോൾ അദ്ദേഹം പേരൊക്കെ തെറ്റി വിളിക്കുമെന്നല്ലാതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറ്റൊരു കാര്യത്തിലും ഇതുപോലുള്ള ആക്ഷേപം ഉന്നയിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വളരെ പക്വതയോടെയാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. പക്ഷെ അദ്ദേഹം ഇവർക്കെതിരെ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചു, എന്തും ആയിക്കോട്ടെ. അപ്പൊ അതൊക്കെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വേണമെങ്കിൽ ആക്കാൻ സാധ്യതയുള്ള ആര്യനെയാണ്. അപ്പൊ ആര്യ കഴിഞ്ഞ ദിവസം മറ്റേ ഈ 48 മണിക്കൂർ ഒരാള് ഒരു വേസ്റ്റിന്റെ മാലിന്യത്തിന്റെ അകത്ത് കിടന്നിട്ടും അദ്ദേഹം ജീവനോടെ തിരിച്ചു കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ച് വിതുമ്പിക്കരയുന്ന രംഗമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഏതോ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈഡിൽ നിന്ന് അറിയാതെ ചിരിക്കുന്നുണ്ട്. കാരണം ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നല്ല അഭ്യാസമാണ് എന്നുള്ളതും. സത്യത്തിൽ എന്ത് പ്രഹസനമാണ് സജി എന്നൊക്കെ പറഞ്ഞുള്ള ഈ പറയുന്ന ആ ഫോട്ടോയൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഒരു എഫിഷ്യൻസിയും ഇല്ലാത്ത ഒരാളാണ് എന്നുള്ളത് വീണ ജോർജ് തെളിയിച്ചു. വീണ ജോർജ് സത്യത്തിൽ മാധ്യമപ്രവർത്തക എന്നുള്ള നിലക്ക് കുറച്ചുകൂടി ചർച്ചയൊക്കെ നടത്തുമ്പോൾ കുറച്ചുകൂടി മിതമായ രീതിയിൽ ചർച്ച നടത്തുകയും അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ചോദ്യം രണ്ടാമത്തത്, വീണ ജോർജൊക്കെ എങ്ങനെയാണ് സഖാവായത്, എങ്ങനെയാണ് CPM-ലേക്ക് വന്നത്? അപ്പൊ അത് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ഇവരുടെ ഹസ്ബൻഡ് ആണ് എന്നുള്ളത് കൊണ്ട് ഇതാകുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്ത് യോഗ്യത ഒരു ഒന്നും ഒരു യോഗ്യതയുമില്ല. അപ്പൊ അത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഖാവാകാനുള്ള യോഗ്യത ഇല്ലാന്ന് നിങ്ങൾ പറയണത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങളൊരു 20-25 കൊല്ലം മുമ്പുള്ള ഒരു സഖാവിന്റെ യോഗ്യത നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ സഖാവാകാൻ യോഗ്യത. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, ഈ നമ്മൾ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് വീണ ജോർജിന്റെ യോഗ്യത ഇത്രയാണ്, പാർട്ടിയുടെ യോഗ്യത നേരത്തെ ഇത്രയായിരുന്നു 20 കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷെ 20 കൊല്ലം കൊണ്ട് വീണ ജോർജ് വരുന്നില്ല, പകരം എന്ത് ചെയ്തു? പാർട്ടി ഇങ്ങോട്ട് താഴ്ന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പാലത്തിലേക്ക് സുഖമായിട്ട് വീണ ജോർജിന് കയറാൻ പറ്റി. അതാണ് ഇത് സംഭവിച്ചത്. ഇനി ഈ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പേരിലൊരു കാപ്പ കേസിലെ പ്രതി ഇവര് മാലയിട്ട് സ്വീകരിക്കുന്ന കാര്യമുണ്ടായി. ഈ മാലയിട്ട് സ്വീകരിച്ചതിൽ ഞാൻ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കാരണം ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഇതുപോലെ കാപ്പയും മറ്റേ പല പരിപാടികളുള്ള ഗുണ്ടകളും എല്ലാ സംഘങ്ങളും ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരും അറിയാതെയൊക്കെ ഇവരെ തീറ്റിപ്പോറ്റുന്നുണ്ട്. പക്ഷെ ഇവരൊരു മന്ത്രിയാണ്. അപ്പൊ മന്ത്രിയാകുമ്പോ അവിടെ ഉദയഭാനു എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയോട് വിളിച്ചിട്ട് ചോദിക്കണ്ടേ ഈ വരുന്നതിൽ എത്ര പേർക്ക് കേസിൽ പ്രതിയുണ്ട്, നാളെ ഇത് വിവാദമാവും. ഇനി അതും പോട്ടെ, ഇവര് മിണ്ടാതിരുന്നാ മതി. ഇവർ അതിന് പകരം ചെയ്തൊരു കാര്യം എന്താ അറിയാമോ? ഒരു കുറ്റവാളി എന്നും കുറ്റവാളി ആയിരിക്കില്ലല്ലോ, അയാൾക്ക് മനസ്സ് മാറിക്കൂടെ, അത് തെറ്റായ ഒരു രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയപ്പോഴായിരിക്കാം എന്നൊക്കെ പറയുന്ന ഒരു വാചകങ്ങളാണ് വന്നിട്ടുള്ളത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ചിന്താ ജെറോമിനും ഇവർക്കും ഈ ആര്യക്കും പോലെ ക്ലാസ്സും കിട്ടണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് പെട്ടു, എന്നാൽ അതിനെ എങ്ങനെ വഷളാക്കാം എന്നുള്ള നിലക്കുള്ള മറ്റേ ഡയലോഗുകളാണ് അടിക്കണത്. പിന്നെ ചിന്താ ജെറോമിനൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടാകും. കാരണം ചിന്താ ജെറോമൊക്കെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും മറ്റേ ഈ ഇവര് നടത്തുന്ന ചർച്ചയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിലൊന്നും മരുന്നില്ലെന്ന് പറയണം. മരുന്നില്ലെന്ന് പറയുമ്പോൾ ഉടനെ ചിന്താ ജെറോം പറയണ പൊതിച്ചോറ് കൊണ്ടുപോകാന്ന് പറയണം. പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്, പൊതിച്ചോറ്. പിന്നെ ഇവരുടെ ഒരു ചർച്ചയാൻ കേട്ടു ചിന്താ ജെറോമിന്റെ അമ്മയും ഉമ്മയും മമ്മിയും പൊതിഞ്ഞു വിടുന്ന പൊതിച്ചോറെടുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന പന്തിഭോജനത്തിന്റെ മിശ്രഭോജനത്തിന്റെ രംഗങ്ങളാണ് കലാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, എവിടെ ഓലക്കെന്താ വില എന്ന് ചോദിക്കുകയാണ്. ഞാൻ താങ്കളോട് ഓലക്കെന്താ വില എന്ന് ചോദിക്കുകയാണ്. അപ്പൊ താങ്കൾ പറയാണ് ഞാനിപ്പോ ആലുവക്ക് പോണേന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതുപോലെയുള്ള വാചകങ്ങളാണ് ഇവരിരുന്ന് തട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. സമകാലിക കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇതേപോലെ തലയ്ക്ക് വെളിവില്ലാത്തതിനൊക്കെ എടുത്താണോ? ശരിക്കും എനിക്ക് സങ്കടമുണ്ട് സത്യത്തിൽ. ഇപ്പൊ വീണ ജോർജ് എന്ന് പറയുന്ന ഒരാളെ നമ്മളൊക്കെ നേരത്തെ കണ്ടിരുന്നത് കുറച്ചുകൂടി അറിവുള്ള, കുറച്ചുകൂടി വിവരമുള്ള, നേരത്തെ മുതൽ ഞാനവിടെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവര് ഒരു ഫിസിക്സ് കഴിഞ്ഞിട്ട് പിന്നെ ജേർണലിസത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പൊ ഞാനതുകൊണ്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഈ ആരോഗ്യമന്ത്രിയൊക്കെ പിടിച്ച് ആക്കിയ നമ്മുടെ പാർട്ടീനെ പറഞ്ഞാൽ മതി. പിന്നെ പാർട്ടി ഇത് ആക്കിയതിന്റെ പിന്നിലെ കാര്യം എന്ന് പറയുമ്പോൾ
അവിടെ മുഴുവൻ ഇത് കൈയിട്ട് വാരാനുള്ള സംഭവത്തിന് വേണ്ടിയാണ് പാർട്ടി ഇത് പിടിച്ചാക്കിയേക്കുന്നത്. കാരണം ചീത്ത മുഴുവൻ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അടി കൊള്ളാൻ ചെണ്ടയും മറ്റേ കാശ് വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞ പണിയാണ് നടക്കുന്നത്. പിന്നെ ഇതിപ്പോ ഈ പുറത്തേക്ക് വന്നേക്കണൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കും അന്വേഷണാത്മക പത്രപ്രവർത്തനമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അത് മരിച്ചത് കൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നത്. കാരണം ഇവര് ഇവരുടെ ഇമേജ് ഇപ്പോഴും നിലനിൽക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇവരെ ജീവിച്ചിരിക്കുന്ന ഇവരുടെ ഇമേജ് ഇപ്പോഴും നിലനിൽക്കണേ. ആ ഇമേജ് നിലനിൽക്കുന്നതിന്റെ കാര്യം ഇപ്പം മെഡിക്കൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മരുന്നുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ രംഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതിനും അപ്പുറമുള്ള അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പേപ്പട്ടികള് അതുപോലെയുള്ള പട്ടികൾ ഇവിടെ കൂടുതലായി പെറ്റുപെരുകുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ വാക്സിൻ എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചു വെക്കുന്നത് കോടിക്കണക്കിന് രൂപയുടേതാണ്. ആ കമ്പനികളിൽ പല സ്പോൺസർ ചെയ്തുകൊണ്ടാണ് ഇവിടെ മൃഗസംരക്ഷണത്തിനും ഈ പറയുന്ന പോലെ പട്ടികൾക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളിലൂടെയും ഈ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇതിങ്ങനെ നിർത്തുന്നതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട്. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുകൾ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ മറ്റേ സാധാരണ പബ്ലിക് ഹെൽത്ത് സിസ്റ്റംസ്, ഈ സിസ്റ്റംസ് എല്ലാം ഉണർന്നെണീറ്റ് പ്രവർത്തിച്ചാലുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് കൃത്യമായി പ്രവർത്തിച്ചാൽ സത്യത്തിൽ ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ പകുതിയിലധികം അടച്ചുപൂട്ടേണ്ടി വരും. ആ പകുതിയിലധികം അടച്ചുപൂട്ടാതിരിക്കാനാണ് ഈ പറയുന്ന, അതായത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കുത്തഴിഞ്ഞ രീതിയിൽ ഈ സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ടാവേണ്ടത് എവിടെയാണ്? ഈ താലൂക്ക് ആശുപത്രിയിലൊക്കെ, ഗവൺമെന്റുകളിലാണ്. കാരണം ഗവൺമെന്റിൽ ടെസ്റ്റ് എഴുതിയിട്ടാണ് അവർ കയറുന്നത്. മനസ്സിലായോ? അതിലും മിടുക്കനാണെങ്കിൽ ശരിയാണ്, അവിടെ ടെസ്റ്റ് എഴുതി കയറാന്നെങ്കിൽ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ അങ്ങനെയുള്ള എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും? നമ്മൾ വലിയ ഹോസ്പിറ്റലുകൾ, അതായത് 5 സ്റ്റാർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്ന ആസ്റ്റർ, അതുപോലെ രാജഗിരി പോലെയുള്ള ഹോസ്പിറ്റലുകൾ വിട്ടേക്ക്. പക്ഷെ ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം നമ്മൾ ഒരു മീഡിയം റേഞ്ച് ഹോസ്പിറ്റലുകളൊക്കെ നിലനിന്ന് പോകുന്നത് അവിടെ അത്രമാത്രം മികച്ച ഡോക്ടർമാരൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഇനി വേറെ തമാശ പറയാം. ഇപ്പൊ വയനാട്ടിൽ ഒരു ജില്ലയിൽ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ പേര് വെച്ചൊരു സ്ഥാപനം തുടങ്ങിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന, വയനാട്ടിലോ കാസർഗോഡോ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ശരിക്കും പറഞ്ഞ രോഗികളെ നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് കളക്ടറുടെ അടുത്ത് വന്ന് കളക്ടർ തഹസീൽദാരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന പോലെ. മനസ്സിലായി? ഇതുപോലെയുള്ള പരിപാടികൾ ഇവിടെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ഇതിനകത്ത് യാതൊരുവിധ വെളിവും വെള്ളിയാഴ്ചയില്ല. സത്യത്തില് ഇവര് ഇങ്ങനെ വന്നതുകൊണ്ട് ഗുണമുണ്ടായ ഒരാളെ ഈ കേരളത്തിലുള്ളൂ. ആരാന്ന് അറിയാമോ? അത് ശൈല ടീച്ചറാണ്. ടീച്ചറുടെ പഴയ കാലം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശൈല ടീച്ചറുടെ കാലത്ത് കോവിഡിന്റെ സമയത്ത് കുറച്ച് അഴിമതികളൊക്കെ നടന്നിരുന്നു. അത് ശൈല ടീച്ചർ കാശ് മേടിച്ചാണെന്ന് ആരും വിചാരിക്കില്ല, ഉദ്യോഗസ്ഥര് മേടിച്ചായിരിക്കും. പക്ഷേ അതായത് 1500 രൂപയുള്ള സാധനം 4500 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് മേടിച്ചായിരിക്കും. പക്ഷെ അതങ്ങനെ കുറ്റം പറയാമെന്ന് വിചാരിച്ച് തുടങ്ങാൻ പോകുമ്പോഴാണ് മറ്റേ വീണ ജോർജ് വന്നത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അവർക്കാണ്. മനസ്സിലായി? ലോക്നാഥ് ബെഹ്റ മാറിയിട്ടാണ് അനിൽകാന്ത് വന്നത്. സത്യത്തിൽ ബെഹ്റക്ക് സന്തോഷമായി പോയി. കാരണം നമ്മള് ബെഹ്റ പോരാ എന്ന് പറയാതിരിക്കുമ്പോഴാണ് ബെഹ്റയേക്കാൾ മോശപ്പെട്ട ഒരാൾ. മനസ്സിലായി? ഇപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ താങ്കൾ എനിക്ക് പകരം എന്നേക്കാൾ മോശപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് ഇവിടെ ചർച്ച ചെയ്താൽ നാളെ ആളുകൾ പറയും, കണ്ട അവ ആ രതീഷ് എത്ര ഭംഗിയായിരുന്നു എന്ന് പറയും. അപ്പൊ സത്യത്തിൽ അങ്ങനെ വന്നാൽ വലിയ ഗുണമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇവരുടെ ചില പ്രസംഗങ്ങൾ, ചില ഷോകൾ, ഇതൊക്കെ കണ്ട് ജനത്തിന് വലിയ ചിരി വരും. എന്താ വെച്ചാൽ, ഒന്ന് ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നു. ആ ആരോപണത്തിലൊക്കെ തന്നെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരാൾ കാശ് മേടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമല്ല അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞ നിയമസഭയിൽ ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കുകയാണ്, നമ്മുടെ ഈ കപ്പൽ ആടി ഉലയുകയില്ല, ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. സത്യത്തിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്, ഈ ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനും ഇല്ല, ശരിക്കും പറഞ്ഞ ഒരു സ്രാങ്കും ഇല്ല, ഒരു വഞ്ചി കുത്താനുള്ള ആള് പോലും ആരോഗ്യവകുപ്പിലില്ല, ഒരു നാഥനില്ല കളരിയാണ് അവിടെ നടക്കുന്നത്. എന്തിനും ഏതിനും അന്വേഷണത്തിന് ഉത്തരവിടുക. അന്വേഷണത്തിന് ഉത്തരവ് എന്തായെന്ന് അറിയാൻ പാടില്ല. സത്യത്തിൽ ഇവര് കുവൈറ്റിലേക്ക് പറഞ്ഞു വിട്ടാൽ കുവൈറ്റിൽ പോയാൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ. ഇതുവരെ ഒരുപാട് ഉത്തരവുകൾ ഇട്ടിട്ടുണ്ട്. ആ ഉത്തരവുകൾക്ക് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിയെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ചരിത്രത്തിലും ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരു വകുപ്പ് മന്ത്രിയായിരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ മറ്റേ അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു മന്ത്രി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും
സാർ ഇതിനെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോഴേ ഇതിൽ എൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറയുന്നത് CPM പാർട്ടി ഈ രണ്ടാം ഭരണത്തിൽ തുടർ ഭരണത്തിൽ എടുത്ത മണ്ടം തീരുമാനങ്ങൾ, അതായത് മന്ത്രിമാരെ തിരഞ്ഞെടുത്തിലുള്ള മണ്ടം തീരുമാനമല്ലേ ഇതിൻ്റെ എല്ലാം കാരണം എന്നുള്ളത് പറഞ്ഞുകൂടെ? ഈ മണ്ടൻ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്കളെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചുമാണ്. മനസ്സിലായോ? പൊതുസമൂഹത്തിനെ സംബന്ധിച്ച് അത് മണ്ടൻ തീരുമാനമായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അത് ബുദ്ധിപരമായ തീരുമാനമാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ, അതായത് ഒരു പങ്ക് പോലും കൃത്യമായി കൊടുക്കാതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വകുപ്പിൽ കയറി അർമാദിക്കാനും കൈയിട്ട് വാരാനുള്ള ചാൻസാണ് കിട്ടുന്നത്. എന്താ രാഷ്ട്രീയ പാർട്ടികൾ മിക്കപ്പോഴും ചെയ്യണം. ഇവ മിടുക്കനായ ഒരാൾ അവർ വളർന്നു വരാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കും. കാരണം അതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇവനെ പണിയായി തീരും. അപ്പൊ അങ്ങനെയല്ലാത്ത കുറെ ആളുകൾ എടുത്തു വെച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിലൊക്കെ കണ്ടതുപോലെ തന്നെ മന്ത്രിമാർക്കൊന്നും ഒരു പ്രാധാന്യമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാം തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കാൻ കഴിയുന്ന മന്ത്രിമാരെ അതിനകത്തേക്ക് വെക്കുന്നു. സുഖം. അതായത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ജനത്തിനെ സംബന്ധിച്ച് വലിയ മണ്ടൻ തീരുമാനവും പാർട്ടിയുടെ താൽക്കാലിക ലാഭം നോക്കുന്നവർക്ക് ഇത് ബുദ്ധിപരമായ തീരുമാനവും ലോങ് ടൈമിലേക്കുള്ള പാർട്ടിയുടെ വളർച്ച നോക്കുന്നവർക്ക് ഇത് വലിയ മണ്ടൻ തീരുമാനമാണ്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ കാര്യം. പക്ഷെ താൽക്കാലിക ലാഭം നോക്കി വലിയ ബുദ്ധിയുള്ള തീരുമാനങ്ങൾ ആണ് അവർ ചെയ്തേക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം പേർക്ക് അതിന്റെ ഫലം അവര് അതിന്റെ സൈഡിൽ കൂടെ അവർ നേടുന്നു. വലിയ തോതിൽ അതിന്റെ ഫലം നേടും. ജനങ്ങളൊക്കെ അത് ജനങ്ങൾ കഷ്ടപ്പെട്ടേക്കാം. ജനങ്ങൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാം? മറ്റേ വിദേശ രാജ്യങ്ങൾ അമേരിക്കയിൽ പോയി ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലിനിക്കുകളിൽ നിന്ന് ചികിത്സ തേടുന്നില്ലേ? ഞാനൊരു കാര്യം താങ്കളോട് തിരിച്ചു ചോദിക്കട്ടെ. നമ്മുടെ ഹോസ്പിറ്റലുകളും നമ്മുടെ ചികിത്സാ സമ്പ്രദായവും ഒക്കെ മികച്ചതാണെങ്കിൽ അവരിവിടെ ചികിത്സക്ക് പോരില്ലേ? പക്ഷെ ആരാണ് പല വിദേശത്തേക്ക് പോണത്? വിദേശത്തേക്ക് പോയി നമുക്ക് ആരെങ്കിലും ആയിട്ട് സംസാരിക്കാൻ പറ്റും? ഇനി വേറെ കാര്യം ചോദിക്കട്ടെ. കേന്ദ്രമന്ത്രിമാര് എത്ര പേര് വിദേശത്തേക്ക് ചികിത്സക്ക് പോകുന്നുണ്ട് താങ്കൾ നോക്കിയിട്ടുണ്ടോ? എയിംസിലാണ് ചികിത്സിക്കണേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ചികിത്സിക്കണേ. എന്താ കാര്യം? ഇതുപോലെ ലിഫ്റ്റിൽ കുടുങ്ങി ചാകണ്ടെന്ന് ഇവർക്കറിയാം. ലോകത്തിന് തന്നെ അപഹാസ്യമായ ഒരു ലിഫ്റ്റിൽ കുടുങ്ങി ഒരു കേട്ടാൽ തന്നെ അതിശയം തോന്നുന്ന ഒരു സംഭവമാണ്. അതും ഈ നൂറ്റാണ്ടിലെ ഇൻഡെക്സിലൊക്കെ നമ്മൾ മുന്നിലാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 20 കൊല്ലം പോലെ മുന്നിൽ വന്നു. പിന്നെ അതിനുശേഷം ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അന്തൻ ആനയെ തപ്പുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വക അറിയാത്ത ഒരു കൂട്ടം പേരുടെ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരു രാജാവായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടം പേരാണ് ഈ മന്ത്രിസഭയിലെ ഉള്ളത്. അതിന് വെഞ്ചാമരം വീശുന്ന കുറച്ച് മന്ത്രിമാരാണ്.